ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ പരിപ്പും കൊണ്ട് നമ്മൾ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മക്കൾക്കൊക്കെ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ചായയുടെ കൂടെ വൈകുന്നേരം ആണെങ്കിൽ നല്ല അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. പുറത്തും നല്ല ക്രിസ്പി ആയിട്ട് പിന്നെ അകത്തും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന്. ഏറ്റവും ആദ്യം 2 കപ്പ് ഏതെങ്കിലും കട്ടോരിയോ കപ്പോ ഗ്ലാസ്സോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കുക. എന്നിട്ട് നമുക്കിത് ചെറുപയർ പരിപ്പ് നമുക്കാണെങ്കിൽ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റിന് വേണ്ടി സോക്ക് ചെയ്ത് വയ്ക്കുക. സോക്ക് ചെയ്തതിന് ശേഷം അരിപ്പയിൽ കൂടി എല്ലാം വെള്ളം നമുക്ക് കളയണം. വെള്ളത്തിന് തീരെ ആവശ്യമില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഒത്തിരി ലൂസായി പോകും. നമ്മൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒട്ടും വെള്ളം വേണ്ട. ഇനി നമുക്കാണെങ്കിൽ പകുതി നമുക്കാണെങ്കിൽ ഒരു മിക്സി ജാറിലിട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ പൾസിൽ വെച്ചിട്ട് നമുക്ക് വേണം ഇങ്ങനെ നിർത്തിയും കറക്കി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തവിയും കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് ഒത്തിരി ഓവറായിട്ട് അരിഞ്ഞു പോലെ ഇതുപോലെ വേണം നമുക്ക് അരച്ചെടുക്കാനൊക്കെ. നമ്മൾ പരിപ്പടയ്ക്കൊക്കെ അരച്ചെടുക്കത്തില്ലേ ഒന്ന്, അതുപോലെ മാത്രമേ എന്നാൽ മുഴുവനായിട്ട് ഇരിക്കുകയും ചെയ്യില്ല, എന്നാൽ എല്ലാം ഒന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യണം. അങ്ങനെ വേണേ ചെയ്യാനായിട്ട്. സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു സവാള, പിന്നെ ഒരു 10-12 പച്ചമുളക്, 2 ഇഞ്ചിൻ്റെ അത്രയും കഷ്ണം നമുക്ക് ഇഞ്ചി. അപ്പോൾ പച്ചമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര സ്പൈസി കഴിക്കാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മളത് മുളക് പൊടിയോ അല്ല എക്സ്ട്രാ ഒന്നും വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് അതാണെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനത്തെ തവി കൊണ്ട് ഇളക്കിക്കൊണ്ട് എടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സിംഗ് ബൗളിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 1 കപ്പ് മല്ലിയില അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം മിക്സാക്കി ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കണേ, പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ എക്സ്ട്രാ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പരിപ്പടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, സെയിം അതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നുവെച്ചാൽ ഉള്ളുവരെ നന്നായിട്ട് വേവണം. അത് കാരണം കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി സ്നാക്സ് റെസിപ്പിയാണ്. നിങ്ങൾ പരിപ്പട കഴിക്കുന്നതിനെക്കാട്ട് കൂടുതൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അത്ര നല്ലൊരു അടിപൊളി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയോണ്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, മറന്നു പോവാതെ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ അതേ സെക്കൻഡ് ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് പറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. നമുക്ക് കരിയാപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കരിയാപ്പിലയും ചെറുതായി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. പിന്നെ എന്തൊക്കെയാണ് കാണാൻ താല്പര്യം തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്.